ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്നുള്ള പാഠഭാഗത്തിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അത് ആദ്യം പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്യണം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നോട്ട്സുകൾ എഴുതിയെടുക്കുക. നമുക്ക് ബാക്കി പോർഷൻസ് എന്താണെന്ന് നോക്കാം. നമ്മളിന്ന് ആദ്യം പഠിക്കുന്ന പോർഷൻ വെതറിങ്. വെതറിങ് മീൻസ് അപക്ഷയം എന്നാണ് മലയാളത്തിൽ അർത്ഥം. യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോക്സിനെ പറ്റി ആയിരുന്നു. ദേ അണ്ടർഗോ വേരിയസ് ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഈ റോക്സിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക് ഈസ് നോൺ ആസ് വെതറിങ്. എന്താണ് വെതറിങ് എന്ന് പറയുന്നത്? ഇത്തരത്തിൽ ശിലകൾ പൊടിയായി വരികയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം അഥവാ വെതറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെതറിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക് ഈസ് നോൺ ആസ് വെതറിങ്. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത്. As a result, the physical and chemical composition of rocks change. ഇതിൻ്റെ ഫലമായിട്ട് റോക്കിന് ഭൗതികമായും രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫെമിലറൈസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെതറിങ് ഫ്രം ദ ഫ്ലോ ചാർട്ട് ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പരിശോധിച്ച് വിവിധ തരം വെതറിങ് പരിചയപ്പെടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വെതറിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോർഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെതറിങ്. അതിലൊന്നാമത്തത് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്നറിയപ്പെടുന്നതാണ്. എന്താണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്? ദ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ വെതറിങ്. എന്താ പറഞ്ഞത്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. Disintegration also occurs due to the freezing of water in the fissures of rocks. എന്ത് പറഞ്ഞത്? കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നതുകൊണ്ടും ശിലകൾ പൊടിഞ്ഞു പോകാറുണ്ട്. ഇത്തരത്തിലുള്ള വെതറിങ്ങിനെയാണ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തത് കെമിക്കൽ വെതറിങ്. Oxygen, carbon dioxide, water, etc. react with the minerals and result in the chemical decomposition of rocks. Chemical weathering എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ഫിസിക്കലും കെമിക്കലും ക്ലിയർ ആയെന്ന് കരുതുന്നു. മൂന്നാമത്തേത് ബയോളജിക്കൽ വെതറിംഗ് ആണ്. ദ പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്ക് ബട്ട് റോയിങ് ഓഫ് ആനിമൽസ് ആൻഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസ് ലെഡ് ടു വെതറിംഗ്. Apart from these, human activities such as mining and quarrying also lead to weathering. അപ്പോൾ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ വെതറിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചത് വെതറിംഗ് 3 ടൈപ്പാണുള്ളത്: ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. അതിൻ്റെ ആ പ്രോസസ്സും നമ്മൾ അറിഞ്ഞിരിക്കണം, കാണാതെ പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. വെതറിംഗ് ആൻഡ് ഹ്യൂമൻസ്. അപക്ഷയവും മനുഷ്യനും. Look at the following pictures. What are the human activities that led to the weathering of rocks? മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തികളാണ് റോക്സിൻ്റെ വെതറിങ്ങിന് കാരണമാകുന്നത്? അപ്പോൾ മനുഷ്യൻ്റെ ഏതൊക്കെ പ്രവൃത്തികളിലൂടെയാണ് റോക്സിന് വെതറിങ് എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവുന്നത്?
ഏതൊക്കെയാണ്? ക്വാറിയിങ്, പാറ പൊട്ടിക്കൽ; മൈനിങ്, ഖനനം, മനുഷ്യൻ്റെ പ്രവൃത്തിയായ ഖനനം വഴി എന്തുണ്ടാവുന്നു? വെതറിങ് ഓഫ് റോക്സ് ഉണ്ടാവുന്നു; ലെവലിംഗ് ഓഫ് ഹിൽസ്, കുന്നുകൾ നിരപ്പാക്കുന്നത്; ബ്രേക്കിംഗ് ഓഫ് റോക്സ്, ശിലകൾ പൊട്ടിക്കുന്നത്. വെതറിങ് ഹെൽപ്സ് ഹ്യൂമൻ ഇൻ മെനി വേസ്. വെതറിങ് മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്നു. അവ ഏതൊക്കെയാണ്? മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ്. ശിലകളിൽ നിന്ന് ധാതുക്കളെ വേർതിരിക്കുവാൻ സഹായിക്കുന്നു. എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വേർതിരിക്കുക. ഹെൽപ്സ് ഇൻ മൈനിങ്, ഖനനത്തിന് സഹായിക്കുന്നു. കോസസ് സോയിൽ ഫോമേഷൻ, മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ വെതറിങ് എങ്ങനെയാണ് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. പിന്നീട് പഠിച്ചത് മനുഷ്യൻ്റെ എന്തൊക്കെ പ്രവർത്തികളാണ് വെതറിങ് ഓഫ് റോക്സിന് കാരണമാകുന്നതെന്നും പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്, സോയിൽ ഇവോൾവ്സ്, മണ്ണ് ജനിക്കുന്നു. സോയിൽ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് യു ആർ വെരി ഫെമിലിയർ വിത്ത്. നമുക്കറിയാവുന്ന, നമുക്ക് പരിചിതമായ ഒരു പ്രകൃതി വിഭവമാണ് മണ്ണെന്ന് പറയുന്നത്. ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യപ്പെടുന്നത്? അണ്ടർലൈൻ ചെയ്യുക. ദ സോയിൽ വി സീ ടുഡേ ഈസ് ഫോംഡ് ബൈ, നമ്മൾ ഇന്ന് കാണുന്ന മണ്ണ് രൂപപ്പെട്ടത് പ്രോലോങ്ഡ് പ്രോഗ്രസ്സസ് ലൈക്ക് വെതറിങ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. വെതറിങ് ഓഫ് റോക്സ്, ശിലകൾ പൊട്ടിയും ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചും ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ, ജൈവ അവശിഷ്ടങ്ങളുടെ വിഘടനത്തിലൂടെയും തുടർച്ചയായ മാറ്റങ്ങളിലൂടെയുമാണ്, പ്രോസസ്സിലൂടെയാണ് ഇന്ന് കാണുന്ന മണ്ണ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മോർ ദാൻ 1000 years ഈസ് റിക്വയർഡ് ഫോർ ദ ഫോമേഷൻ ഓഫ് ആൻ ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ. 1 ഇഞ്ച് കനമുള്ള സോയിൽ രൂപപ്പെടുന്നതിന് ഏകദേശം 1000-ലധികം വർഷം വേണമെന്നാണ് കണ്ടുപിടുത്തം പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്? വെതറിങ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. Identify the factors influencing soil formation from the following diagram. താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സോയിൽ ഫോർമേഷനെ സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ക്ലൈമറ്റ്, കാലാവസ്ഥ. 2 ടോപ്പോഗ്രഫി, ഭൂനിരപ്പ് അഥവാ ഭൂപ്രകൃതി. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി. പിന്നീട് എന്താണ്? പേരൻറ്റ് റോക്ക്, മാതൃശില. പിന്നീട് സമയം, പ്ലാന്റ് ആൻഡ് ആനിമൽ, സസ്യങ്ങളും ജന്തുക്കളും. ക്ലൈമറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാലാവസ്ഥ. അപ്പോൾ സോയിൽ ഫോമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പേരൻറ്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അവിടെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, പെഡോളജി. പെഡോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോയിൽ. മണ്ണിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ പെഡോളജി എന്താണ്? മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. നോട്ട് ചെയ്യണേ. The scientists associated with this branch are called pedologist. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അറിയപ്പെടുന്ന പേര് പെഡോളജിസ്റ്റുകൾ എന്നാണ്. അപ്പോൾ പെഡോളജി ഈസ് സ്റ്റഡി ഡീൽസ് വിത്ത് ദ സോയിൽ. ഇതിനെ പറ്റിയുള്ളത് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോയിൽ. നെക്സ്റ്റ് ടോപ്പിക്, complete the following table with the help of data given in the above diagram. മുകളിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിനനുസരിച്ച് നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പ്ലാന്റ് ആൻഡ് ആനിമൽസ്, പേരൻറ്റ് റോക്ക്, ടൈം എന്നിവയാണ് കോളങ്ങൾ. ക്ലൈമറ്റിൻ്റെ അവിടെ നമുക്ക് നോക്കുന്നത് സോയിൽ ഫോമേഷൻ വിൽ ബി സ്ലോ ഇൻ കോൾഡ് എൻവയോൺമെൻറ്റ്. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. ടോപ്പോഗ്രഫിയിലോ soil will be thin along steep slopes. ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. Plants and animals. The acid formed as a result of the decaying of plants and animals cause weathering of rocks.
സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന ആസിഡ് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. പേരന്റ് റോക്ക് അഥവാ മാതൃശില. The minerals in the soil and the structure of the soil depends on the rock from which it is formed. മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും സ്ട്രക്ചർ ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ ധാതുക്കളും മണ്ണിലെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ടൈം സമയം. The thickness and structure of soil depends on the time taken for its formation. മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളുവാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. ഇത്തരത്തിലാണ് ആ ടേബിൾ നമ്മൾ പഠിക്കുന്നത്. Different types of soils are formed due to variations in factors such as topography and climate. ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും ഒക്കെ വേരിയേഷൻ മൂലം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിലുകൾ ഉണ്ടാകുന്നുണ്ട്. യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഇൻ ഇന്ത്യ ഇൻ കേരള ഫ്രം ദ പ്രീവിയസ് ക്ലാസ്സസ്. നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മണ്ണുകൾ ഇന്ത്യയിലും കേരളത്തിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ടേബിൾ ഒന്ന് പൂർത്തീകരിക്കാൻ നോക്കാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിനകത്ത് നമുക്ക് എഴുതാൻ കഴിയുന്നത് ലാറ്ററൈസ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ പർവ്വത മണ്ണ്, ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ എക്കൽ മണ്ണ്, ഡെസേർട്ട് സോയിൽ മരുഭൂമി മണ്ണ്, സലൈൻ സോയിൽ ലവണമുള്ള മണ്ണ് അതായത് ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണ്, ഫോറസ്റ്റ് സോയിൽ വനമണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണുകളുടെ വിഭാഗങ്ങൾ കോസ്റ്റൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, കരി സോയിൽ, ഹിൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, അലൂവിയൽ സോയിൽ. ഇങ്ങനെ ആ പട്ടിക നമുക്ക് പൂരിപ്പിക്കാം. സോയിൽ ഫോർ സസ്റ്റെയിൻസ് മണ്ണ് നിലനിൽപ്പിന്. വിത്തൗട്ട് സോയിൽ ദെയർ വോണ്ട് ബി എനി പ്ലാന്റ്സ് ഓർ ആനിമൽസ്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളുമില്ല ജന്തുക്കളുമില്ല. ദ കേസ് ഓഫ് മാൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ്. മനുഷ്യൻ്റെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല അല്ലേ. മണ്ണില്ല ഇല്ലെങ്കിൽ ജീവികളുമില്ല സസ്യങ്ങളുമില്ല. ജീവികളും സസ്യങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ല. സോയിൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ലൈഫ് ഓൺ ദ എർത്ത് പോസിബിൾ. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവിതം സാധ്യമാക്കുന്നത് സോയിൽ എന്നുള്ള ആ ഒരു ഘടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. You know that the green plants absorb nutrients from the soil and prepare food with the help of sunlight. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹരിതസസ്യങ്ങൾ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വേര് വഴി വലിച്ചെടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ. ഹ്യൂമൻസ് ആൻഡ് അതർ ആനിമൽസ് കൺസ്യൂം ദീസ് പ്ലാന്റ്. അപ്പോൾ ഹ്യൂമൻസും മറ്റ് ആനിമൽസും ഈ പ്ലാന്റ്സിനെയാണ് കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. വെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡൈ ദ റിട്ടേൺ ഇൻ ടു ദ സോയിൽ. പ്ലാന്റ്സും ആനിമൽസും നശിക്കുമ്പോൾ അത് മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഒബ്സർവ് ദ ഫങ്ഷൻ ഓഫ് എ ഫുഡ് ചെയിൻ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ഇൻ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ഒരു ഫുഡ് ചെയിന് ഭക്ഷ്യശൃംഖല പരിശോധിച്ചതിന് ശേഷം അതിൽ മണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് എ ലുക്ക് അറൗണ്ട്. ചുറ്റുപാടും ഒന്ന് നോക്കൂ. വാട്ട് ആർ ദ യൂസ് ഓഫ് സോയിൽ. എന്തൊക്കെയാണ് മണ്ണിൻ്റെ പ്രയോജനങ്ങൾ? ഡു യു സീ മെനി അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. നിങ്ങൾ പലതരത്തിലുള്ള കാർഷിക പ്രവർത്തനങ്ങൾ കണ്ടിട്ടില്ലേ? ഈസ് ദാറ്റ് ദ ഓൺലി യൂസ് ഓഫ് സോയിൽ. കാർഷിക പ്രവർത്തനങ്ങൾക്ക് മാത്രമേ മണ്ണ് ഉപയോഗിക്കാറുള്ളൂ? അല്ല. ലിസ്റ്റ് ഔട്ട് ദ യൂസ് ഓഫ് സോയിൽ. അപ്പോൾ നമുക്കിനി നോക്കാം ഈ മണ്ണ് എന്തിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന്. ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കുന്നു. ഫോർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. കാർഷിക പ്രവർത്തനങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കുന്നു. ഫോർ മിനറൽ എക്സ്ട്രാക്ഷൻ. ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിന് മണ്ണ് ഉപയോഗിക്കുന്നു. ഫോർ ഫില്ലിംഗ് ലോ ഏരിയാസ്. താഴ്ന്ന പ്രദേശങ്ങൾ നിരപ്പാക്കുന്നതിന് നമ്മൾ എന്താണ് ലോ ഏരിയാസിനെ
ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മണ്ണിൻ്റെ യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മണ്ണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഹ്യൂമൻ ലൈഫിനെയും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പെറിഷിംഗ് സോയിൽ, മണ്ണ് മരിക്കുന്നു. Soil gets depleted due to various human activities such as deforestation, destruction of hills, and unscientific agricultural activities. സോയിൽ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്, മണ്ണിന് ശോഷണം സംഭവിക്കുന്നു. എങ്ങനെ? മനുഷ്യൻ്റെ കൈകടത്തലുകൾ മൂലം. എത്തരത്തിലുള്ള കൈകടത്തലുകൾ മൂലം? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ, ആൻഡ് അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അശാസ്ത്രീയപരമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ. വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയപരമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവ മൂലം മണ്ണിന് ശോഷണം സംഭവിക്കുന്നു. You know that the roots of trees hold the soil like a net. റൂട്ട് ഓഫ് ട്രീസ്, മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വലയെന്ന പോലെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. മാൻ ഈസ് കില്ലിംഗ് ദ സോയിൽ ബൈ ഫീലിംഗ് ദീസ് ട്രീസ് ആൻഡ് tilling the land of cultivating intensively without considering the environment. പരിസ്ഥിതിയെ കണക്കിലെടുക്കാതെ മനുഷ്യൻ മണ്ണിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കൾട്ടിവേഷൻസ്, അനാവശ്യമായിട്ടുള്ള അശാസ്ത്രീയപരമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി മനുഷ്യൻ മണ്ണിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ സോയിൽ ആൻഡ് ഹ്യൂമൻസ് ഇൻകോർപ്പറേറ്റിംഗ് ദ ഫോളോയിങ്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്, നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയതിനു ശേഷം സോയിൽ ആൻഡ് ഹ്യൂമൻ എന്ന നെയിമിൽ ഒരു നോട്ട് തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന പോയിൻറ്റ്സുകൾ കൂടി ഉൾപ്പെടുത്തി ഏതൊക്കെ പോയിൻറ്റ്സ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിലുൾപ്പെടുത്താവുന്ന ആദ്യത്തെ പോയിൻറ്റ്, നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവ മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നു. രണ്ടാമത്തെ പോയിൻറ്റ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ. മൂന്നാമത്തെ പോയിൻറ്റ്, അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് ക്വാറിയിങ്. അശാസ്ത്രീയമായ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ. നാലാമത്തെ പോയിൻറ്റ്, യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് കൃഷി ചെയ്യുക, അല്ലാതെ ആ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഭൂമി ഉപയോഗിക്കുന്നത് സോയിലിന് അപകടകരമാണ്. ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നു. ഓവർ ഗ്രേസിംഗ്, അമിതമായ കന്നുകാലി മേച്ചിൽ മണ്ണിൻ്റെ നാശത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പോയിൻറ്റ്സുകളെല്ലാം കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി ചേർത്ത് സോയിൽ ആൻഡ് ഹ്യൂമൻസ് എന്ന പേരിൽ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് എല്ലാവരും ഒന്ന് ശ്രദ്ധ കൊടുത്തി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ലെറ്റ്സ് കൺസേർവ് സോയിൽ, മണ്ണിനെ സംരക്ഷിക്കാം. Once the topsoil is lost, what is left behind is barren land or a rocky surface. ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞാൽ മേൽമണ്ണ്. മേൽമണ്ണ് ഒരു തവണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് ബാരൻ ലാൻഡ്, ഊഷരഭൂമി അല്ലെങ്കിൽ തരിശു ഭൂമിയോ റോക്കി സർഫസോ പാറനിരപ്പോ ആയിരിക്കും. It will take thousands of years for the top soil to regenerate. മേൽമണ്ണുണ്ടാവാൻ ഏകദേശം 1000 years വരെ വേണ്ടി വരും. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂഡ് സ്പ്രൂട്ടിംഗ് ഓഫ് ലൈഫ്. ജീവൻ്റെ നാമ്പുകൾ മുളയ്ക്കുന്നതിന് ടോപ്പ് സോയിൽ വളരെ അത്യാവശ്യമാണ്. ഫോർ ദിസ് കൺസർവേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അപ്പോൾ ഈ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? മണ്ണിനെ സംരക്ഷിക്കണം.
ബൈ വാട്ട് ഓൾ മീൻസ് ക്യാൻ ബി കൺസേർവ് ദ സോയിൽ. എന്താണ് മണ്ണിനെ സംരക്ഷിക്കുക എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് മേൽമണ്ണ് നഷ്ടമായി കഴിഞ്ഞാൽ ഏകദേശം 1000ഓളം വർഷങ്ങൾ വേണ്ടി വരും മേൽമണ്ണ് ഉണ്ടായെടുക്കാൻ. നമ്മുടെ ജീവൻ്റെ നാമ്പ് മുളയ്ക്കുന്നതിന് ഈ പ്രകൃതിയിൽ മേൽമണ്ണ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ മേൽമണ്ണിൻ്റെ നഷ്ടം എങ്ങനെ ചെയ്യണം? നമ്മളത് ഒരിക്കലും വരുത്തരുത്. മണ്ണ് സംരക്ഷിക്കണം. ഇനി മണ്ണ് സംരക്ഷണം എങ്ങനെയാവാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ മണ്ണ് സംരക്ഷണം എങ്ങനെയൊക്കെ നടത്താം? ഒന്നാമത്തെ പോയിന്റ്, ചെക്ക് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം തടയുക. ക്രോപ്പ് റൊട്ടേഷൻ, വിള പരിവർത്തി ചെയ്യുക. ടെറസ് ഫാമിംഗ് എലോങ് ഹിൽ സ്ലോപ്സ്, കുന്നിൻ ചരിവുകളിൽ നട്ട് കൃഷി നടത്തുക, ടെറസ് ഫാമിംഗ് ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണകൾ നിർമ്മിക്കുക. പ്രിവെൻറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നുകൾ നശിപ്പിക്കുന്നത് തടയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു പരിധിവരെ നമുക്ക് മണ്ണ് സംരക്ഷണം ചെയ്യുവാൻ സാധിക്കും. നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്. ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഒബ്സർവ് ദ 15th of December ആസ് ദ വേൾഡ് സോയിൽ ഡേ. ലോക മണ്ണ് സംരക്ഷണ ദിനം, വേൾഡ് മണ്ണ് ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഡിസംബർ 15 അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ 15 മണ്ണ് ദിനമായിട്ട് UNO ആചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. അങ്ങനെ നമുക്ക് ലെറ്റ്സ് കൺസേർവ് സോയിൽ ടുഡേ ആൻഡ് ഫോർ എവർ, ഇന്നും എന്നും നമുക്ക് മണ്ണ് സംരക്ഷണം ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. 2 വീഡിയോ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ചെയ്തിരിക്കുന്നത്. പാർട്ട് 1ൻ്റെ വീഡിയോ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ അതെല്ലാവരും ആദ്യം തന്നെ പോയെന്ന് കാണുക. എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഈ ചാപ്റ്റർ മനസ്സിലാവും. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. എന്തൊക്കെ ടോപ്പിക്സ് ഇനി ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതും പറയാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.